മഹാനായ സമസ്ത ജമിയത്തുൽ ഉലമ ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ല പ്രശ്നം. ഇവർക്ക് ഇസ്ലാമിനെയാണ് അത് തിരിച്ചറിയാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് വേദന, അല്ലെ? ഇവിടെ അറിയപ്പെട്ട ഒരു മുസ്ലിം ചാനല് സെൻട്രൽ ഗവൺമെന്റ് ബാൻ ചെയ്തു. നിങ്ങൾ അറിഞ്ഞില്ലേ? 2 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രക്ഷേപണം നിർത്തിവെച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഐക്യദാർഢ്യ പ്രഖ്യാപന പോസ്റ്റ് ഇട്ടയാളാ, അതിനുവേണ്ടി സംസാരിച്ചയാളാ. ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും മറ്റു സുന്നി സംഘടനകളുടെയും പ്രവർത്തകന്മാർ ആവേശത്തോടെ സംഘുപരിവാറിന്റെ സങ്കുചിതമായ നിലപാടിനെതിരെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായതുകൊണ്ടല്ല, അത് മുസ്ലിം വേട്ടയാണെന്ന് കരുതി ടാഗ്ലൈനിട്ട് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തിയവരാ. ആ ചാനല് 4-5 ദിവസമായി ഒരു പണ്ഡിതനെ വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ മനോഹരമായ ഒരു നൂറ്റാണ്ടിന്റെ പ്രോജ്വല ചരിത്രമുള്ള ഒരു പ്രസ്ഥാനത്തെ അന്യമതക്കാരുടെ മുന്നിൽ, യുക്തിവാദികളുടെ മുന്നിൽ, മതനിരാസക്കാരുടെ മുന്നിൽ വേട്ടപ്പട്ടിയെ പോലെ കടിച്ചു കീറുമ്പോ നിങ്ങളുടെ നന്ദി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അതുണ്ടാകില്ലെന്നറിയാം. പക്ഷെ ശത്രുവിന്റെ കൂടി നിങ്ങൾ അപഹസിക്കുക. എന്താ ഇവിടെ സംഭവിച്ചത്? ഭൂമി കുലുങ്ങിയോ? ഒരു വാക്ക് പറഞ്ഞു. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഒരു മുസ്ലിം മീഡിയ മാത്രമല്ല,